ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അംശബന്ധവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ടോപ്പിക്കാണ് എടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സമാനമായ അംശബന്ധങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഒരു അംശബന്ധം തന്നാൽ അതിന് സമാനമായ അംശബന്ധം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതിനാദ്യമായി നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യം വളരെ എളുപ്പത്തിലുള്ള ഒന്ന് നോക്കാം. 4:6. ഇതിന് സമാനമായ അംശബന്ധം താഴെ പറയുന്നതിൽ ഏതാണ്? എട്ട് 10, 4:12, 8:6, 8:12. ഇവിടെ ഏതാണ് ഉത്തരം? ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാൻ പറ്റും. ഇവിടെ 8:12 ആണ് ഉത്തരം. ഇത് എങ്ങനെ നമ്മൾ കാണാം? രണ്ടിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് താഴെ ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇവിടെ 4നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. 4 × 2 8. അതേ സംഖ്യ കൊണ്ട് തന്നെ ഇവിടെയും ഗുണിച്ചു. 6 × 2 12. അപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യ തന്നാൽ അതിന് സമാനമായിട്ടുള്ള അംശബന്ധങ്ങൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിൽ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഖ്യയല്ല. നേരെ മറിച്ച് ഭിന്നസംഖ്യ തന്ന് അതിൻ്റെ സമാന അംശബന്ധം എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ്. ഉദാഹരണമായി ഒരു സംഖ്യ നോക്കാം. 2/3 1/4 1/6. 2/3 1/4 1/6. ഇതിൻ്റെ സമാനമായ അംശബന്ധം ഏതാണ്? 8:3:2, 2:1, 4:3:2. - 3:4:6. ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് ഈ ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ട അംശബന്ധം, അല്ലെങ്കിൽ അതിനോട് സമാനമായിട്ടുള്ള അംശബന്ധം? ഇവിടെ നമ്മൾ എങ്ങനെ കാണുമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യയിലെ ഛേദങ്ങളുടെ LCM കണ്ടെത്തുക, അഥവാ ലസാഗു കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ലസാഗു കാണുക. ഇവിടെ നമുക്കറിയാം 3, 4, 6 ആണ് സംഖ്യകൾ. ഇവിടെ ലസാഗു ഏതായിരിക്കും? 3 പോകുന്നൊരു സംഖ്യ 12 ആണ്. 3 പോകും, 4 പോകും, 6 പോകും. 3 സംഖ്യയും പോകുന്ന ഇവയുടെ ലസാഗു 12 ആണ്. ഇനി നോക്കൂ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3 ഭിന്നസംഖ്യകളെയും 12 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. നോക്കാം, 2/3നെ 12 കൊണ്ട് ഗുണിച്ച് നോക്കാം. അതുപോലെ 1/4 അതിനെയും 12 കൊണ്ട് ഗുണിക്കാം. 1/6 അതിനെയും 12 കൊണ്ട് ഗുണിക്കാം. നോക്കാം, 3 12ൽ 4 പ്രാവശ്യമാണ്. 2 × 4 8 ആണ്. 4 12ൽ 3 പ്രാവശ്യമാണ്. 1 × 3 3 ആണ്. 6 12ൽ 2 പ്രാവശ്യം. 1 × 2 2 ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 8:3:2. ഇവിടെ നമ്മൾ ഓപ്ഷനിൽ നോക്കുക. നമുക്കിവിടെ കിട്ടിയ ഉത്തരം എ എന്ന ഓപ്ഷനാണ്, 8:3:2. അപ്പോൾ ചോദ്യം 2/3:1/4:1/6ന് സമാനമായിട്ടുള്ള അംശബന്ധം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഛേദങ്ങളുടെ LCM കണ്ടെത്തുക.
ആ LCMനെ ഓരോ ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുക. ഇങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അംശബന്ധം ലഭിക്കും. ആ അംശബന്ധമാണ് ഈ ഭിന്നസംഖ്യകൾക്ക് സമാനമായിട്ടുള്ള അംശബന്ധം. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.